ഹായ്, ഞാൻ ദീപ. ഇന്നത്തതൊരു ക്വസ്റ്റ്യൻ ആണ്. ഷാലുവാണ് ചോദിച്ചേക്കുന്നത്, ടോക്സിക് ഇൻലോസിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ളത്. ഇത് ഒരുവിധപ്പെട്ട ആൾക്കാരെല്ലാം അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ടുള്ള പെൺകുട്ടികൾ സാധാരണ ഡീൽ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ മിക്കവരും സംസാരിച്ച് കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ അമ്മായിയമ്മേനെയും അമ്മായിയച്ഛനെയും കൊണ്ട് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരെ കൊണ്ട് മതിയായി എന്നുള്ള രീതിയിൽ. അപ്പം എല്ലാവരും ഒന്നും ടോക്സിക് ഒന്നും അല്ല. അതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. എല്ലാവരും ടോക്സിക് അല്ല. പല വീട്ടിലും പല സാഹചര്യങ്ങളായിരിക്കും. ഇപ്പം കല്യാണം കഴിഞ്ഞ് പോകുന്ന ആ കുട്ടിയുടെയും അല്ലെങ്കിൽ അതിൻ്റെ പാർട്ട്ണറിൻ്റെയും വീട്ടിലെ രീതികൾ ഡിഫറെൻ്റ് ആയിരിക്കും, അപ്ബ്രിങ്ങിങ് ഡിഫറെൻ്റ് ആയിരിക്കും, ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടായിരിക്കും, അവരുടെ എക്സ്പെക്റ്റേഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം അങ്ങനെ കുറച്ച് ഉരസലുകൾ. അതിപ്പം നമ്മൾ നോർമലി ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പിലാണെങ്കിൽ പോലും നമുക്ക് ഇഷ്ടമില്ലാത്ത കുറേയധികം ട്രേറ്റ്സ് ഉള്ള ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പം അതിനെ നമുക്ക് കംപ്ലീറ്റ്ലി ടോക്സിക് എന്ന് വിളിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മളെ നിരന്തരമായിട്ട് നമ്മളെ കൊച്ചാക്കി സംസാരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, നമ്മളെ ഇമോഷണലി നമ്മളെ ഡ്രെയിൻ ആക്കുന്നു, നമ്മളെ ഇടം വലം തിരിയാൻ സമ്മതിക്കാത്ത, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് നമുക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ആക്കുന്ന ഒരു എൻവയോൺമെന്റ് ആണ് നിങ്ങൾക്കെങ്കിൽ ഉറപ്പായിട്ടും അത് ടോക്സിക് ആണ്. അല്ലാത്തത് എന്താണെന്നൊന്ന് വേർതിരിച്ച് ശരിക്കും കാണേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാവരും ടോക്സിക് അല്ല, എല്ലാ ഇൻലോസും ടോക്സിക് അല്ല. അത് കുറേയധികം അഭിപ്രായ വ്യത്യാസങ്ങളാണ്. പക്ഷെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റാത്ത രീതിയിലാണ് നിങ്ങളുടെ എൻവയോൺമെന്റ് എങ്കിൽ ഒബ്വിയസ്ലി അത് ടോക്സിക് ആയിരിക്കും. അപ്പോൾ ഇൻലോസിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതിനെക്കാട്ടിലും ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ് പൊതുവെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇൻലോസിനെ മാത്രമല്ല. അതിന് ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ളവർ അവർ നന്നായിട്ട് നമ്മൾ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും എന്ന് വിചാരിക്കേണ്ട. അതിന് നമ്മുടെ ക്യാരക്ടറാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത്. മാറ്റുക എന്നുള്ളതല്ല, നമ്മുടെ ക്യാരക്ടർ നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുക എന്നുള്ളതാണ്. ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുക എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു കാര്യം, ഒരു തീരുമാനം എടുക്കണമെങ്കിൽ നമ്മൾ ആരെങ്കിലും ലീൻ ചെയ്തിട്ടായിരിക്കരുത് നമ്മൾ എടുക്കേണ്ടത്. അത് കുഞ്ഞിലേ തൊട്ടേ നമ്മൾ ഡെവലപ്പാക്കി വരേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ എൻ്റെ മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കും, നിങ്ങൾ ഇപ്പം ഒരു കോളേജിലേക്കൊക്കെ പോകുമ്പോൾ അവിടെയുള്ള സീനിയേഴ്സ് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ അവരെ നിങ്ങളെ യൂസ് ചെയ്യാണ്ട് നോക്കാനായിട്ട് ഇപ്പോഴേ കുറച്ച് റിബല്യസ് ആയിക്കോ, അല്ലെങ്കിൽ ഇപ്പോഴേ കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ പറയുമ്പോഴാണെങ്കിൽ പോലും നിങ്ങൾക്ക് ശരിയല്ലെന്ന് തോന്നുന്ന കാര്യത്തിനെ ഒപ്പോസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഇപ്പോഴേ പഠിച്ചിരിക്കണം. അപ്പം അങ്ങനെ ഒരു പഠനം നമുക്ക് ആവശ്യമാണ്. അങ്ങനെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട്. അത് മിക്കവാറും നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാകുന്ന. ആ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എപ്പോഴും നമുക്കൊരു മുതൽക്കൂട്ട് തന്നെയാണ്. പക്ഷേ നമ്മൾ മെന്റലി സ്ട്രോങ് ആകുമ്പോൾ, അല്ലെങ്കിൽ മെന്റലി നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആണ് കാര്യങ്ങൾ എന്ന് കണ്ടു കഴിഞ്ഞാൽ ആരും വന്ന് നമ്മളെ ചൊറിയാൻ നിൽക്കത്തില്ല. ഇപ്പം കണ്ടിട്ടില്ലേ, പല വീട്ടിലും അച്ഛനാണ് ഏർണിംഗ് മെമ്പർ എങ്കിൽ പോലും തീരുമാനങ്ങൾ എടുക്കുന്നത്, അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ചില വീടുകളിലെ അമ്മമാരെ ശ്രദ്ധിച്ചിട്ടില്ല. അവർക്ക് വരുമാനമൊന്നുമില്ല, പക്ഷെ അത് അവർക്ക് ആ ഒരു കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ആരും ഇല്ലാതാവുന്ന അവസ്ഥയിൽ പോലും അവർ ആ വീട് മെയിൻറ്റെയിൻ ചെയ്യാനല്ല, വീട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളെല്ലാം ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താനുള്ള കേപ്പബിലിറ്റി അവർക്കുണ്ട് എന്ന് അവർ പ്രൂവ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അവർക്ക് ആ മെസ്സേജ് മറ്റുള്ള ആൾക്കാരിലേക്ക് കൊടുക്കാൻ പറ്റുമ്പോഴാണ് അവർ ആ പൊസിഷനിലേക്ക് കയറി വരുന്നത്. അല്ലാതെ ഫിനാൻഷ്യലി അവർ ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ടായിരിക്കത്തില്ല. അപ്പോൾ മെന്റലി ഇൻഡിപെൻഡൻ്റ് ആവുക, ഡിസിഷൻ മേക്കിംഗ് പവർ ഉണ്ടായിരിക്കുക, നമ്മളുടെ ലൈഫിൽ എന്ത് കാര്യങ്ങളും നമുക്ക് തന്നെ തീരുമാനം എടുക്കാൻ പറ്റുക. അത് ഏതൊരു മേഖലയിലാണെങ്കിലും, കുട്ടികളുടെ കാര്യങ്ങളാണെങ്കിലും. അപ്പം അതിനെന്താ ചെയ്യേണ്ടത്? കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്, പഠിക്കാനായിട്ട് ഒക്കെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതൊരിക്കലും ഒരു ഇൻലോനെ ബേസ് ചെയ്തിട്ടല്ല ഞാൻ ഈ പറയുന്നത്, അല്ലെങ്കിൽ ടോക്സിക് ഇൻലോസ് ബേസ് ചെയ്തിട്ടല്ല പറയുന്നത്. പൊതുവേ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ഐഡന്റിറ്റീനെ പറ്റിയാണ് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അത് കുറേയൊക്കെ നമ്മൾ വളർന്ന് വലുതായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. നമ്മളെ കാര്യങ്ങൾ, നമ്മുടെ പേരൻസ്, നമ്മളെ പാരന്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു രീതികൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സാഹചര്യം, നമ്മുടെ ബന്ധുക്കളുടെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ്, നമ്മുടെ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇതിനകത്തൊരു ഫാക്ടറാണ്. അതിലെ നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ആ ഒരു ക്യാരക്ടർ വൈദ്യയെ ബിൽഡായി വരുന്നത്. അപ്പം നമുക്ക് ഉള്ള അവകാശങ്ങളും, നമ്മളെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓക്കെ പറഞ്ഞിരിക്കുകയാണോ, അതോ നമുക്കിത് അൺകംഫർട്ടബിൾ ആകുമ്പോൾ നമ്മൾ തുറന്നു പറയുന്നുണ്ടോ, അതിലെ ഓരോരോ ചെറിയ സ്റ്റെപ്സ് ഇതിനകത്ത് ഈ ഒരു ക്യാരക്ടർ ഫോർമേഷന് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയിപ്പോൾ ഇൻലോസിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് കല്യാണത്തിന് മുന്നെയാണ്. അതായത് കല്യാണത്തിന് മുന്നേ തന്നെ പാർട്ട്ണറുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒരു മെയിൻ കാര്യമാണിത്. അതായത് നമ്മുടെ ലൈഫ് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പോകുന്നത്, ഈ ലൈഫിൽ പാരൻസിന്റെ ഇൻവോൾവ്മെന്റ് എന്താണ്. അത് രണ്ട് സൈഡിൽ നിന്നും, ബ്രൈഡിന്റെയും ഗ്രൂമിന്റെയും സൈഡിൽ നിന്നുള്ള പാരൻസിന്റെ ഇൻവോൾവ്മെന്റ് എവിടം വരെയാണ് ആ ബൗണ്ടറി വരുന്നത്. നമുക്ക് കുട്ടികളുടെ കാര്യമായാലും, കുട്ടികളുടെ പഠനത്തിന്റെ കാര്യങ്ങളായാലും അതിലൊക്കെ ഡിസിഷൻ ആരാണ് എടുക്കാൻ പോകുന്നത്? നമ്മളാണോ, നമ്മുടെ പേരൻസ് ആണോ? അതിനെപ്പറ്റിയൊക്കെ ഒരു വ്യക്തമായ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ
കാര്യങ്ങളാണെങ്കിലും, നമുക്കിപ്പം ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും, നമ്മുടെ ജോലി ആവട്ടെ, നമ്മുടെ വീടാവട്ടെ, അല്ലെങ്കിൽ നമ്മുടേതായ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നോ ഇതിലൊക്കെ ആരാണ് ഡിസിഷൻ എടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻ കേസ് ഓഫ് ഇതുപോലൊരു നമുക്ക് ഇപ്പൊ പുറമെ ഒത്തിരി കാണുന്നതാണല്ലോ. അപ്പൊ ഇതുപോലൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പേരന്റിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനൊരു ഒരു എന്താണ് ഇടപെടൽ വന്നു കഴിഞ്ഞാൽ അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ സ്റ്റാൻഡ്, അപ്പം എന്താണ് അതിനകത്ത് നിങ്ങളുടെ ഒരു എന്താ നിങ്ങൾ ഏത് രീതിയിലാണ് നിങ്ങൾ അതിനെ റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നത് എന്നതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി എടുക്കുകയാണ്. കല്യാണത്തിന് മുന്നേ ചെയ്യേണ്ട ഒരു കാര്യമാണ് അത്. നമ്മൾ സംസാരിച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ബന്ധം തുടർന്ന് പോകണോ വേണ്ടെന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. അല്ലാതെ ബ്ലൈൻഡ്ലി നമ്മൾ ഫോൺ എടുത്തിട്ട് ഉറങ്ങിയോ കഴിച്ചോ അവിടെ പോയോ ഇവിടെ പോയോ എന്ന് ചോദിക്കുന്ന ആ ഒരു ഭയങ്കര ചോദ്യങ്ങൾക്ക് പകരം സ്ട്രോങ് ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ഇതുപോലുള്ള ടോപ്പിക്സും ഇതിനകത്ത് നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നിങ്ങൾ കല്യാണത്തിന് മുന്നേ ഇതൊന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല, നിങ്ങൾ കല്യാണം കഴിഞ്ഞു, നിങ്ങൾക്ക് ബെയർ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങളൊരു സ്റ്റാൻഡ് എടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എനിക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഞാൻ കംഫർട്ടബിൾ അല്ല, ഞാനത് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ എൻ്റെ അടുത്ത് പറയണ്ട, എനിക്ക് ഇതിനെപ്പറ്റി താല്പര്യമില്ല. അങ്ങനെ വളരെ കാമായിട്ട് മറുപടി പറയും. ഭയങ്കര അലറി വിളിച്ച് ഒച്ചയിട്ട് ബഹളം ഉണ്ടാക്കി അറ്റൻഷൻ ഉണ്ടാക്കിയിട്ട് പറയാനല്ല. നമ്മൾ ഓട്ടോമാറ്റിക്കലി കുറച്ച് കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് ഒരു പുറമേ നിന്ന് ഇത് നോക്കി കണ്ട് എങ്ങനെയാണ് ഇത് റെസ്പോണ്ട് ചെയ്യുന്നതിനുള്ളതിനെ പറ്റി ഒന്നും നമ്മൾ റിഹേഴ്സൽ ചെയ്തിട്ട് വേണം ഇതുപോലുള്ള കാര്യങ്ങൾ പയ്യെ തുടങ്ങാൻ. ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ ബൗണ്ടറി ഒക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഭയങ്കര എളുപ്പമായിരിക്കും. അങ്ങനെയുള്ളവരെ ശ്രദ്ധിച്ചറിയാം. അങ്ങനെയുള്ളവർക്ക് ഈ ഇൻലോസുമായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ കുറവായിരിക്കും. കാരണം അവർ ഓൾറെഡി ബൗണ്ടറി സെറ്റ് ചെയ്യാൻ മിടുക്കരായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവരെ ആരും വന്ന് ചൊറിയാൻ നിൽക്കത്തില്ല. അല്ലെ ചൊറിഞ്ഞാൽ തന്നെ ഇവരുടെ 1-2 പ്രാവശ്യത്തെ ഇടപെടലിലൂടെ തന്നെ കാര്യങ്ങളെല്ലാം സോൾവ് ആയിട്ടുണ്ടാവും. ഫ്രിക്ഷൻസ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ പൊതുവെ നമുക്ക് ബൗണ്ടറീസ് ഉണ്ട്. ഞാൻ ഇങ്ങനെയാണ്, എനിക്കിതിനപ്പുറം എനിക്കിഷ്ടമില്ല എന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് വന്ന് നിർബന്ധിക്കുക എന്ന് പറയുമ്പോൾ അത്രത്തോളം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അത്ര ചൊറിയാണെങ്കിൽ മാത്രമേ അങ്ങനെ വരത്തുള്ളൂ. അതുകൊണ്ട് ഒരുവിധപ്പെട്ട ആൾക്കാരൊന്നും വന്നിട്ട് പിന്നീട് അതിൻ്റെ പുറത്ത് മേ ബി മാറി നിന്ന് എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും, മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മളെ ജീവിക്കാൻ പറ്റാത്ത രീതിയിലാക്കത്തില്ല. അപ്പൊ അത് നമ്മുടെ ഒരു സ്റ്റാൻഡ് എടുക്കുന്ന ഒരു രീതി പോലെ ഇരിക്കും. അപ്പൊ നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പഠിക്കുക. അത് എല്ലാ കാര്യത്തിലും ആപ്ലിക്കബിൾ ആണ്. ലൈഫിന്റെ എല്ലാ സ്ഥലത്തും, എല്ലാ റിലേഷൻഷിപ്പിലും, എല്ലാ സാഹചര്യത്തിലും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് മാറി കിട്ടും. പിന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു ടോക്സിക് എൻവയോൺമെന്റിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മാറാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല എങ്കിൽ ഈ അനാവശ്യമായിട്ടുള്ള ഈ എല്ലാ വള്ളിക്കെട്ടും കയറി പിടിക്കാതിരിക്കാം. അതായത് നമുക്കറിയാം ഇതൊരു ചൊറി എൻവയോൺമെന്റ് ആണ്. അപ്പൊ അതിനകത്ത് നമുക്ക് അത് ശരിക്കും പറഞ്ഞാൽ അതിനകത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെന്റിൽ നിൽക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇത് ചിന്തിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. നമ്മളൊന്ന് മാറിയിരുന്നൊന്ന് ആലോചിക്കുക. കുറേ അധികം സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പൊ അത് വന്നിട്ട് നമ്മൾ ഒരു ചൂണ്ട അങ്ങോട്ട് ഇട്ട് തരുമ്പോഴത്തേക്കും നമ്മൾ പോയി കൊത്തി അത് പ്രശ്നമാക്കി കൊളമാവുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അത് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. കാരണം എല്ലാ കാര്യത്തിനും നമ്മൾ പോയിട്ട് നമ്മുടെ എനർജി വേസ്റ്റ് ആക്കേണ്ട ഒരു ആവശ്യമില്ല. ആ ഇടുന്ന ചൂണ്ടയിലൊന്നും നമ്മൾ കൊത്താതിരിക്കാനായിട്ട് ശ്രമിക്കുക, അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ ആവശ്യമുള്ള കാര്യത്തിന് മാത്രം നമ്മൾ കമൻറ്റ് ചെയ്യാനും റെസ്പോണ്ട് ചെയ്യാനും റിയാക്ട് ചെയ്യാനും ഒക്കെ പോയാൽ മതി. റിയാക്ട് എന്നുള്ളതിനേക്കാളും റെസ്പോണ്ട് ചെയ്യാനാണ് മാക്സിമം നമ്മൾ ശ്രമിക്കേണ്ടത്. പിന്നെ ഇതുപോലത്തെ എൻവയോൺമെന്റിലെ സാധാരണ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ വർത്ത് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അത് വളരെ ചീപ്പായിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും നമ്മൾ ആ വർത്ത് അല്ലെങ്കിൽ നമ്മുടെ ഐഡന്റിറ്റി ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കുന്നത്. എന്താണ്, നമ്മുടെ വീട്ടിൽ ഏറ്റവും നന്നായിട്ട് ഫുഡ് കുക്ക് ചെയ്യുന്നത് ഞാനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ഒരസലൊക്കെ ഉണ്ടല്ലോ. അതായത് മരുമോൾ വെച്ചത് ശരിയായില്ല, അമ്മായിമ്മ വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഉടനെ മരുമോൾക്ക് അതങ്ങോട്ട് സഹിക്കുന്നില്ല, അവർ കയറിയിട്ട് പ്രശ്നം ഉണ്ടാക്കി. അമ്മായിമ്മയ്ക്കാണ് ഇഷ്ടമെങ്കിൽ പുള്ളിക്കാരി ചെയ്തോട്ടെന്നെ, നമ്മുടെ പണി കുറഞ്ഞിരിക്കുമല്ലോ. അപ്പം ആ ഒരു രീതിയിൽ ചിന്തിക്കാൻ നോക്കുക. നമ്മൾ ഭയങ്കരമായിട്ട് ഇതിനകത്തൊക്കെ കയറി ആ ഒരു നമ്മുടെ വർത്ത് ഒന്നും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ വർത്ത് ഇവിടെ നിന്നല്ല ഇരിക്കുന്നത്, നമ്മുടെ ഐഡന്റിറ്റി വേറെയാണ്. നമുക്ക് ഈ ഒരു കല്യാണം കഴിഞ്ഞ് ആ ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ കല്യാണം എന്ന് പറയുന്ന ഒരു സംഭവം മാത്രമല്ല ലൈഫിലുള്ളത്, വേറെ ഒത്തിരി സംഭവങ്ങളുണ്ട്. അപ്പൊ നമുക്ക് അതിൽ ഫോക്കസ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ ഒരു അനാവശ്യമായിട്ടുള്ളൊരു ഒരസല് വേണോ വേണ്ടയോ എന്നുള്ളതൊന്ന് ചിന്തിക്കാം. നമ്മുടെ വർത്ത് പ്രൂവ് ചെയ്യേണ്ടത് ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടാണോ അല്ലയോ, അപ്പം കുറെ കാര്യങ്ങളൊക്കെ മാറും. അതായത് ഒന്ന് മാറി ചിന്തിക്കുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. അതിനകത്ത് തന്നെ ആകുമ്പോഴത്തേക്ക് അതിനകത്ത് തന്നെ കിടന്നങ്ങ് ബഹളം ഉണ്ടാക്കി മൊത്തം വരുന്ന എല്ലാത്തിനും നമ്മൾ റിയാക്ട് ചെയ്യാൻ തുടങ്ങും. ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്തു തുടങ്ങിയ സമയത്ത് എനിക്ക് കുറേയധികം ആൾക്കാർ വിളിച്ചിട്ട് പറയുന്നതായിരുന്നു എനിക്ക് മാറി താമസിക്കണം, പക്ഷെ അത് നടക്കുന്നില്ല എന്നുള്ളത്. അതായത് ഒരു ഗിൽറ്റാണ്. ഹസ്ബൻഡ് അമ്മേനെ അപ്പനെ ഇട്ടിട്ട് മാറി താമസിക്കുക എന്ന് പറയുന്നത് ഒരു ഗിൽറ്റ് അവിടെയുണ്ട്. അത് കൂടാണ്ട് മനസമാധാനക്കേട് അറ്റ് ദ കോറാണ്. അപ്പോഴാണ് മാറി താമസിക്കാനായിട്ട് ശ്രമിക്കുന്നത്, പക്ഷെ അത് പറ്റുന്നില്ല.
കുറേയധികം ഫാക്ടേഴ്സ് ഉണ്ട്. പിന്നെ ഇതൊക്കെ ആദ്യമേ കല്യാണത്തിന് മുന്നേ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ കല്യാണത്തിന് ശേഷം ഇത് എത്രത്തോളം നമുക്ക് എന്തോരം ഡ്രാമയും എന്തോരം ഫൈറ്റും ഒക്കെ ഉണ്ടായാലാണ് അന്ന് മാറി താമസിക്കുക എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് എത്തുന്നത്. സോ ഇത് കല്യാണത്തിന് മുന്നേ തന്നെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, മാറി താമസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇനി കൂടെയാണ് താമസിക്കുന്നതെങ്കിൽ എത്രത്തോളമാണ് നമുക്ക് അതിൻ്റെ പ്രൈവസിയും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് ഇന്റർഫെയർ ചെയ്യാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ എത്രത്തോളമാണ് എന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാറി താമസിക്കുക എന്ന് പറയുന്ന ഒരു ഹെൽത്തി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് എപ്പോഴും റിലേഷൻഷിപ്പിന് ഗുണകരം തന്നെയാണ്. അടുത്ത് കിടക്കുന്നതും മാറി താമസിക്കുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. അത് പക്ഷെ പാർട്ട്നേഴ്സ് രണ്ടുപേരും മനസ്സിലാക്കിയാൽ മാത്രമേ കാര്യങ്ങൾ സ്മൂത്ത്ലി പോകത്തുള്ളൂ. അപ്പോൾ അത് കൂടുതലും കല്യാണത്തിന് മുന്നേ തന്നെ ഡിസ്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഈ പറഞ്ഞു വന്ന എല്ലാ കാര്യവും ഒരിടത്തേക്കാണ് എത്തുന്നത്. അതായത് നമ്മളുടെ ക്യാരക്ടറും നമ്മളുടെ ഒരു ഐഡന്റിറ്റിയും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മളോട് ആൾക്കാർ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളത്. അതിപ്പം ഇൻലോസ് ആയാലും നമ്മുടെ കൊളീഗ്സ് ആയാലും നമ്മുടെ ഫ്രണ്ട്സ് ആയാലും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം കാര്യങ്ങളെ പറ്റി അവെയർ ആവുക, നമുക്ക് കാര്യങ്ങളെ പറ്റി അറിവുണ്ടായിരിക്കുക. നമ്മളെ ആൾക്കാർ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടോ, നമ്മളെ ഫൂൾ ആക്കുകയാണോ എന്നൊക്കെ തിരിച്ചറിയാനുള്ളൊരു ബോധം ഉണ്ടാവുക. അതുപോലെ നമ്മൾ പറയുമ്പോൾ ആധികാരികമായിട്ട് തന്നെ പറയാൻ, അല്ലെങ്കിൽ അത് സീരിയസ് ആയിട്ട് തന്നെ ആൾക്കാർ കൺസീവ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ ഉയരണം. അതിന് നമ്മൾ വായിക്കണം, മനസ്സിലാക്കണം, റിലേഷൻഷിപ്പിനെ പറ്റി പഠിക്കണം. ഇപ്പം കുറേ അധികം ഒരാളെ നമ്മൾ ഇങ്ങനെ നേരിട്ട് കണ്ട് അവരെ ഒരു വ്യക്തിയായിട്ട് കണ്ട് നമ്മൾ മനസ്സിലാക്കുന്നതും ഒരു കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് കുറേ ആൾക്കാരുടെ. അവരിങ്ങനെയാണ് പെരുമാറുന്നത്, അല്ലെങ്കിൽ അവരുടെ പാസ്റ്റ് ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് അവരിങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ പേഴ്സണലി എടുക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള കുറേയധികം ഫാക്ടേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം റിലേഷൻഷിപ്പിനെ പറ്റി നമ്മൾ കൂടുതൽ പഠിക്കുക, ഇമോഷണലി ആൾക്കാർ ബിഹേവ് ചെയ്യുന്നതിനെ പറ്റി മനസ്സിലാക്കുക. അപ്പൊ തന്നെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് പോകും. പിന്നെ നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഒരു ഹൈ പേയിങ് ജോബ് ഉണ്ടാവുക എന്നുള്ളതല്ല. നമ്മൾ തന്നെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എക്സൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു ഐഡന്റിറ്റി ആക്കി എടുക്കുക. ജോലി എന്നുള്ളതോ അല്ലെങ്കിൽ കല്യാണം എന്നുള്ളതോ അല്ല നമ്മുടെ ഐഡന്റിറ്റി. നമുക്കായിട്ട് കുറേയധികം കഴിവുകളുണ്ടല്ലോ, അത് ഡെവലപ്പ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ചിലപ്പം പടം വരയ്ക്കാനായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കാം. അതിൽ നിന്നൊരു വരുമാനം കിട്ടുക എന്നുള്ളതല്ല, നിങ്ങൾ അതിൽ എക്സൽ ചെയ്യുന്നുണ്ടോ, നിങ്ങൾ അതിൽ കുറച്ച് കഴിവുള്ള ആളാണോ, അല്ലെങ്കിൽ ആൾക്കാർ വന്ന് ചോദിക്കത്തക്ക രീതിയിൽ നിങ്ങൾക്ക് അതിൽ അറിവുണ്ടോ എന്നുള്ള കാര്യം നോക്കിയാൽ മതി. അപ്പൊ അങ്ങനെ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയാൻ ഇത്രയേ ഉള്ളൂ. ടോക്സിക് ഇൻലോസിനെ ഹാൻഡിൽ ചെയ്യുന്നതും ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അവരെ ഹാൻഡിൽ ചെയ്യുന്നതും എല്ലാം സെയിം തന്നെയാണ്. നമ്മുടെ ഒരു ക്യാരക്ടർ നമ്മൾ ബിൽഡ് ചെയ്യുന്ന പോലെ, നമ്മുടെ ഒരു ഐഡന്റിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ, നമ്മുടെ സെൽഫ് റെസ്പെക്ട്, സെൽഫ് വർത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യത്തിലുള്ള ഒരു കോൺഫിഡൻസ്, ലൈഫിനെ പറ്റിയിട്ടുള്ള ഒരു കോൺഫിഡൻസ്, ഇതെല്ലാം ഫാക്ടേഴ്സ് ആണ് ഈ ഒരു ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമോ, അല്ലെങ്കിൽ നമുക്ക് ഇവരെ മാനേജ് ചെയ്ത് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇവരെ നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്ത് മാറ്റി നിർത്താൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. വേറൊരാൾ വിചാരിച്ചാൽ നിങ്ങൾ മാറാനും പിടിക്കാനും ഒന്നും, അല്ലെങ്കിൽ അത്രയ്ക്ക് ഒരു നാർസിസ്റ്റ് ആ ലെവലിലുള്ള ആൾക്കാരായിരിക്കണം. അപ്പൊ പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇറങ്ങി ഓടിയേക്കുക, അവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. അപ്പൊ അത് മനഃപൂർവ്വം നിൽക്കുന്നതാണല്ലോ, അത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. സോ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക, നിങ്ങളുടെ കയ്യിൽ തന്നെ പവർ ഉണ്ട്. നിങ്ങൾ വളർന്നു വരുന്ന സാഹചര്യം അനുസരിച്ച് ഓരോരുത്തരുടെ, എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, ഞാൻ കുറെ പേര് വിളിക്കുമ്പോൾ മനസ്സിലാവുന്നത്, അവരുടെ വീട്ടിലെ അവർക്കൊരു വാല്യൂ കൊടുത്തിട്ടില്ല, അവരെ ആ രീതിയിൽ കണ്ടിട്ടില്ല. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു മെന്റാലിറ്റി ഇല്ല. അപ്പോൾ തീരെ വാല്യൂ ഇല്ലാതെ, സെൽഫ് റെസ്പെക്ട് ഇല്ലാതെ, സെൽഫ് അവയർനെസ് ഇല്ലാതെ, അങ്ങനെ കാര്യങ്ങളെ പറ്റി ഒരു ധാരണ ഇല്ലാതെ വന്നു കയറുന്ന ഒരു കുട്ടീനെ ഉറപ്പായിട്ടും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ മാനിപ്പുലേറ്റ് ചെയ്യാൻ തന്നെ ചെയ്യും, യൂസ് ചെയ്യുക തന്നെ ചെയ്യും, ചവിട്ടി താഴ്ത്ത തന്നെ ചെയ്യും. അപ്പൊ പിന്നെ നമുക്ക് അവിടെ നിന്ന് ഉയർന്നു വരണമെങ്കിൽ നമ്മളായിട്ട് തന്നെ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് ശരിക്കും പറഞ്ഞത് കല്യാണം കഴിഞ്ഞിട്ട് പറയേണ്ട കാര്യങ്ങളല്ല, കല്യാണത്തിന് മുന്നേ തന്നെ പല ആൾക്കാർക്കും പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ ആ കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് മനസ്സിലായി വരുന്നോണ്ടാണ് ഈ വക തൊല്ലയിലൊന്നും പോവാതെ കല്യാണം കഴിക്കാതെ ജീവിക്കാം എന്ന് പലരും തീരുമാനിക്കുന്നത്. കാരണം ഈ ഒരു ഡ്രാമ അല്ലെങ്കിൽ ഈ ഒരു അനാവശ്യ ഫ്രിക്ഷന്റെ ആവശ്യമില്ലല്ലോ. വേറൊരു വീട്ടിൽ പോയിട്ട് അവർ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മുടെ ലൈഫും കോഞ്ഞാട്ടയാക്കി നമ്മൾ പോകേണ്ട ഒരു ആവശ്യമില്ലല്ലോ എന്നുള്ള തീരുമാനത്തിലാണ് മിക്ക പെൺകുട്ടികളും ഇപ്പം ആ ഒരു തലവേദന എടുത്തു വെക്കാതെ സിംഗിൾ ലൈഫ് തന്നെ എന്നുള്ള രീതിയിൽ പോകുന്നത്. അല്ലെങ്കിൽ ആ പാർട്ട്ണർ മനസ്സിലാക്കണം. പൊതുവെ പാർട്ട്നേഴ്സ് ആ ഒരു ഇമോഷണൽ സൈഡിൽ കൂടുതലും ഫീമെയിൽ പാർട്ട്നേഴ്സ് ഇമോഷണലി കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന സമയത്ത് അത് മെയിൽ പാർട്ട്ണറിനോട് പറഞ്ഞാൽ അവർ ആ രീതിയിൽ അത് ഉൾക്കൊള്ളണമെന്നില്ല. കാരണം അവർ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വസ്തുതകളിലേട്ടൊന്നും അവർ സാധാരണ പോകാറില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അറിയത്തുമില്ല, ഇതൊക്കെ ചുമ്മാ എന്നേ പറയത്തുള്ളൂ. അല്ലെങ്കിൽ അവർ കാണുന്ന മീഡിയ, അതിനെ ബേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും അവർ തീരുമാനം എടുക്കുന്നത്. അല്ലാതെ അവരവരുടെ വീട്ടിലെപ്പോഴും ഉണ്ടാവാറില്ല. അപ്പൊ വീട്ടിലുണ്ടാവുന്ന ആ ഒരു ഡ്രാമയും കാര്യങ്ങളൊന്നും അവർ മനസ്സിലാക്കത്തില്ല. അപ്പൊ അത് മനസ്സിലാക്കുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് നിൽക്കുവാണെങ്കിൽ പിന്നെ ഉണ്ട്.
ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഒരു നമ്മുടെ ഒരു അറിവും നമ്മുടെ ഒരു കോൺഫിഡൻസും നമ്മുടെ ഒരു ഇൻഡിപെൻഡൻസ് ലെവലും ഒക്കെ വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ വീഡിയോ അത്യാവശ്യം ഞാൻ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം കൺവേ ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. അടുത്ത വീഡിയോ നമുക്ക് കാണാം.